ഹായ് ഓൾ, ഞാൻ ആദ്യം എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മൈ നെയിം ഈസ് ജുമാന ചന്ദൻ. JMC ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് ഞാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും പാഷൻസും ഒക്കെ ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? യെസ് ഓർ നോ? നോ. അതെന്താണ് നടക്കാത്തത്? ബിക്കോസ് ഇത് ലൈഫാണ്. ലൈഫിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സ്പെക്ടേഷൻസിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അത് ലൈഫാവുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് മാത്രമാണോ ലൈഫിൽ നടക്കുന്നത്? അല്ല. ഇപ്പൊ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒന്നും എൻ്റെ ലൈഫിൽ നടന്നിട്ടില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ വന്ന് സംസാരിക്കുന്നത് പോലും. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോൾ നല്ലതാകാം, മോശമായിട്ടുള്ള കാര്യങ്ങളാവാം, അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, അതുപോലെ നഷ്ടങ്ങളും നമുക്ക് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഒരു അച്ചീവ്മെന്റിൻ്റെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞാൻ വളർന്നത് ഒക്കെ സൗദി അറേബ്യയിൽ റിയാദിലായിരുന്നു. അപ്പോൾ റിയാദിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ലൈഫ് സ്റ്റൈൽ വാസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇവിടെ നമ്മൾ സാധാരണ പാരൻസ് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയുന്ന സമയത്താണ് അവിടെ നമ്മൾ സാധാരണ പുറത്തേക്ക് ഇറങ്ങാറ്. നമ്മളെ ഷോപ്പിംഗ്, പ്ലേയിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരു 8 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും. പക്ഷെ നേരെ മറിച്ച് ഇവിടേക്ക് വന്ന സമയത്ത് എനിക്ക് വന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഈ രാത്രി ഇന്നെ അടച്ചിടാനാണ് എൻ്റെ പാരൻസ് കുറച്ചും കൂടെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത്, അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ ഉമ്മക്ക് പെട്ടെന്ന് ഇതേപോലെ സുഖമില്ലാതെ ആവുന്ന ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നു പറഞ്ഞത്, അതിലൊന്നാണിത്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്ന സമയത്ത്, ഞാനിപ്പോൾ ഇവിടെ മെജോറിറ്റി ഗേൾസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഒരു ഇൻസിഡൻറ്റെങ്കിലും ഉണ്ടായിരിക്കും. ഒരു ബാഡ് എക്സ്പീരിയൻസ്. മേ ബി നമ്മൾ ട്രാവലിംഗ് ആയിരിക്കാം, ത്രൂ ഔട്ട് ഈ ഒരു ചെറിയ കാലത്ത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആർക്കായാലും ഉണ്ടാവും. ഒന്നെങ്കിലും പറയാം, ഇല്ലാത്ത കുട്ടികൾ, പെൺകുട്ടികൾ വളരെ കുറവായിരിക്കും. അപ്പോൾ നാട്ടിൽ വന്നവരുടനെ ഞാൻ ഒട്ടും ഇവിടെ സേഫ് അല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസ് എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഇതിപ്പോൾ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ അത് അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ഞാൻ ത്രൂ ഔട്ട് നിന്നത്. ആ ഒരു ടൈമിലൊക്കെ തന്നെ ഞാനൊരു 10th ഒക്കെ എത്തിയ സമയത്താണ് ഒരു 8 വയസ്സുള്ള പെൺകുട്ടി റേപ്പ് ചെയ്ത് മരണപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. മറ്റേ കത്വ കേസ് എന്നായിരുന്നു അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്, ആസിഫ പറഞ്ഞ കുട്ടിയുടെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ റിയലൈസ് ചെയ്യുന്നു, ഒരു 8 വയസ്സുള്ള പെൺകുട്ടി പോലും നമ്മൾ എന്താ പറയുക സേഫ് അല്ല. അപ്പം ഞാൻ അന്നത്തെ എൻ്റെ ഏജ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പം ഞാൻ അത്രയും സേഫ് അല്ലല്ലോ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് വന്നത്. അപ്പോൾ ആ റീസൺലി ആണ് ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു ട്യൂഷൻ സെൻറ്ററിൽ ഞാൻ 10th ആയപ്പോൾ ട്യൂഷന് പോയി. അപ്പോൾ ട്യൂഷന് പോയി അവിടെ ഇതേപോലെ ബോക്സിങ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബോക്സിങ് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നുമില്ല, ഒരു മാർഷൽ ആർട്സ് ആണ്. എവിടെയെങ്കിലും എനിക്ക് 4 ആളെ ചിലപ്പോൾ എനിക്ക് അടിച്ചിടാനൊന്നും പറ്റിയെന്ന് വരില്ല, പക്ഷെ ഓരോ മുന്നിൽ എന്താടാ എന്ന് ചോദിക്കാനുള്ള ധൈര്യം അതെനിക്ക് തരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനത് പഠിക്കാൻ പോയി. ഞാൻ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. പക്ഷേ ഞാനിത് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് പേരിനെ കാണുമ്പോൾ ഞാനിപ്പോൾ എവിടെ പോയി വരിക എന്നൊക്കെ ചോദിക്കും. കാരണം പ്രാക്ടീസ് കഴിഞ്ഞ ഒരു 6:30 ആയിരിക്കും വീട്ടിലേക്ക് എത്താം. അപ്പോൾ അങ്ങാടി കൂടെ ഞാൻ നടന്നു വരുന്ന സമയത്ത് ഇവർ ചോദിക്കും, എവിടെ പോയിട്ടാണ് വരുന്നത്, ഇത്ര ലേറ്റ് ആയല്ലോ, എന്താ ചെയ്തിരുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്ത് പ്രാക്ടീസ് എല്ലാവർക്കും എല്ലാം അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ പറയും ബോക്സിങ്. അപ്പം തന്നെ എനിക്ക് വരുന്ന റിഫ്ലെക്സീവായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ബോക്സിങ്ങോ, നീയോ, നിന്നെ കൊണ്ട് ഇത് പറ്റുമോ, കഴിയുന്ന പണിക്ക് പോയാൽ പോലെ ജുമിയെ, അങ്ങനെ ഇവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ബോക്സിംഗ് ഒക്കെ കുറച്ച് ഹൈറ്റും വെയിറ്റും ഉള്ളവർക്ക് പറഞ്ഞതാട്ടോ, ഈ ഇതിനൊക്കെ പോയാൽ ഒന്ന് കിട്ടുമ്പോൾ എനിക്ക് പാറിപ്പോവും. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ജനറൽ കമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർ മുന്നിൽ നിന്നിട്ട് സംസാരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ആകെ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിന്നത്. പക്ഷെ പിന്നീട് ഞാൻ പഠിച്ചാൽ എനിക്ക് പറ്റൂലേ, അങ്ങനെ ആണോ, വെയിറ്റ് ഇല്ലെങ്കിൽ പറ്റൂലേ, അല്ലെങ്കിൽ ഹൈറ്റ് ഇല്ലെങ്കിൽ ഇത് പറ്റൂലേ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് മുന്നിൽ വന്നു. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി പ്രാക്ടീസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, നമുക്ക് വീക്ക്ലി ട്വൈസ് ആയിരിക്കും നമുക്ക് എൻ്റെ മാച്ചസ് ആയിട്ടുണ്ടാവുക. അല്ലാത്ത ദിവസങ്ങൾ ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക.
അങ്ങനെ സബ് ഡിസ്ട്രിക്ട് ലെവലിലുള്ള മത്സരങ്ങൾ വരുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വേണോ വേണ്ടേ വിചാരിച്ചു, എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി, അവിടെ ഗോൾഡ് മെഡൽ അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോയി, അവിടെയും ഗോൾഡ് മെഡൽ അടിച്ചു. ദെൻ സ്റ്റേറ്റ് ലെവലിൽ പോയി, അവിടെ എനിക്ക് ഗോൾഡ് ഒന്നും കിട്ടിയില്ല, പക്ഷെ സിൽവർ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ആ സിൽവറിന് ഗോൾഡിനേക്കാൾ വില ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് സായി, അതേപോലെ സ്പോർട്സ് കൗൺസിൽ പോലെ ഇതിനായിട്ട് ജീവിതം മാറ്റിവെച്ച കുട്ടികളായിരുന്നു എൻ്റെ ഒപ്പോണൻസ് ഉണ്ടായിരുന്നു. ആ കുട്ടികളുടെ അടുത്ത് വെറും മാസങ്ങളുടെ പ്രാക്ടീസ് വെച്ചിട്ട് എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഇത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്നെ ഭയങ്കര ഹാപ്പി ആക്കിയത്. ഏതൊരു പോസിബിൾ ആവൂല എന്ന് പറഞ്ഞ കാര്യം എനിക്ക് പോസിബിൾ ആവും എന്നുള്ളൊരു വിശ്വാസം ഇന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനെക്കാട്ടൊക്കെ രസമുള്ള കാര്യം എന്താ വെച്ചാൽ, നമ്മളപ്പം എല്ലാവരും നമ്മളെ അഭിനന്ദിക്കുന്നതായിരിക്കുമല്ലോ എക്സ്പെക്ട് ചെയ്യുക അല്ലെ. സ്റ്റേറ്റ് ലെവലിലൊക്കെ കിട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ടായിരുന്നു ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ മത്സരം കഴിഞ്ഞ് വരുന്ന ദിവസം എന്ന് പറഞ്ഞാൽ നബിദിന ദിവസമാണ്. നബിദിനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ നാട്ടിൽ ഇങ്ങനെ വെച്ചാൽ റാലി ഒക്കെ ഉണ്ടോ. അപ്പോൾ ഞാൻ അന്ന് പുലർച്ചെ എത്തി കുളിച്ച് മാറ്റി പുറത്ത് നിൽക്കുകയാണ് ഇങ്ങനെ ഈ റാലിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. റാലി കാണുന്ന സമയത്ത് ഞാൻ ബാക്കിൽ ചെക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവര് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. കാരണം അത് തലേ ദിവസം ഒരു FB പോസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ നാടിന്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞാണ്ട് ഫോട്ടോയും എന്താണ് ഇങ്ങനെ സിൽവർ മെഡൽ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടതൊക്കെ. അപ്പൊ ആൾക്കാരൊക്കെ എന്നെ മനസ്സിലാവും, ഏതാ നോക്ക് അതാ കുട്ടിയല്ലേ അതല്ലേ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഭയങ്കര ഓ നൈസ്, എല്ലാവർക്കും അറിയാം, ഇങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ 2 ദിവസം കഴിഞ്ഞു കുറെ ആൾക്കാർ എന്നെ എന്താണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. പക്ഷെ എനിക്ക് മൊമെന്റോ കൊണ്ട് കുറച്ച് പേര് നമ്മളെ വീട്ടിലേക്ക് വന്നു, മൊമെന്റ് തന്നു, ഫോട്ടോ എടുത്തു, ഗ്രൂപ്പുകളിലേക്ക് ഇട്ടു. പക്ഷെ സംഭവിച്ചത് അവസാനം അവരെ ഇറങ്ങുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യല്ല, എനിക്കൊരു അച്ചീവ്മെന്റ് കിട്ടി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കത് തന്നു, പക്ഷെ ഇത് സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ റീസൺ പറഞ്ഞത് എന്താ വെച്ചാല് പെൺകുട്ടിയല്ലേ, ഇനിയിപ്പം ഇതൊന്നും ബോക്സിംഗ് ഒന്നും പെൺകുട്ടിയൊക്കെ പറഞ്ഞ കാര്യമല്ല. അത് ഇനി അങ്ങോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിന് താല്പര്യമൊന്നുമില്ല ഞങ്ങൾക്ക്. ഇനി ഇതൊക്കെ വേണം, ഇത് 10ാം ക്ലാസ് വരെയൊക്കെ ഓക്കെ, ഇനിയൊന്നും അങ്ങോട്ട് വേണ്ട കേട്ടോ, ഇതിനൊന്നും സപ്പോർട്ട് നമ്മൾ ചെയ്യൂലെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പെൺകുട്ടി ആയത് ഒരു തെറ്റാണോ, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അതൊരു ലിമിറ്റേഷൻ വെക്കേണ്ട കാര്യമാണോ? ശരിക്കും പെൺകുട്ടികളല്ലേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പഠിക്കേണ്ടത്? ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ഞാൻ +1 പോകുന്ന സമയത്ത് ഞാൻ കൊട്ടുക്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ലേഡി ബോക്സർ ഞാൻ. അപ്പം നമ്മുടെ പ്രിൻസിപ്പലിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് ഒരു ടീം നമുക്ക് പെൺകുട്ടികൾക്ക് കൂടുതൽ ഇതിന് പ്രാക്ടീസ് കൊടുക്കണം, അത് മത്സരമായിട്ട് നല്ല സെൽഫ് ഡിഫെൻസ് ആയിട്ട് എന്തെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ള ഇതിൽ ഞാൻ പോയി അവസാനം +2 ആയ സമയത്ത് പിന്നെ കൊറോണ ആയതുകൊണ്ട് ടീം ഇറങ്ങിയില്ല. പക്ഷെ ഇന്ന് കൊട്ടുകരക്ക് ബോക്സിങ്ങിനും റെസ്ലിങ്ങിനുമായിട്ട് ഒരു ടീമുണ്ട്. ആൻഡ് നാഷണൽ പ്ലെയേഴ്സും സ്റ്റേറ്റ് പ്ലെയേഴ്സും ഒക്കെ ഒരുപാടുള്ള ഒരു ടീം ഇന്ന് കൊട്ടുകര സ്കൂളിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ചിലപ്പം സ്റ്റേറ്റ് പ്ലെയറിലായിട്ട് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പോലും നാഷണൽ ലെവലിൽ വരെ എത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ കാരണം അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെച്ചത് ഞാനാണ് എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു പ്രൗഡ് സാധനം എനിക്കുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ലത് വരണമെന്ന് ചിലപ്പോൾ ആരും ആഗ്രഹിക്കൂല. നമ്മളുടെ ആവശ്യമാണ് നമ്മൾക്ക് എന്ത് വേണം എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം മുന്നിൽ നിന്ന് നിൽക്കട്ടെ. അതായത് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാണ് വർക്ക് ചെയ്യേണ്ടത്. ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നമ്മളൊരു കാര്യം ഭയങ്കര സന്തോഷത്തോടെ ഒരാളോട് പറഞ്ഞാൽ ഓ അതിപ്പോ നടക്കുമോ, എന്നെ കൊണ്ട് കഴിയോ, ഇങ്ങനെ ചോദിക്കുക. ഈ ഒരു നെഗറ്റീവ് പറയാൻ 100 ആൾക്കാരുണ്ടായിരിക്കും. സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ആ ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ വേണം കാണിച്ചു കൊടുക്കാൻ ഐ ക്യാൻ എന്നുള്ളത്. ഇപ്പം ഇന്ന പോലെ ഇപ്പം ഞാൻ ഇവിടെ ഫറൂഖ് കോളേജിൽ വരുന്ന സമയത്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ ഞാൻ ഒരു കുട്ടി ബോക്സർ ഉണ്ട് നിങ്ങളെ ക്ലാസ്സിൽ എന്നുള്ളത് സാറ് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്ത് നമുക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല. അപ്പോൾ ക്ലാസ് ഓപ്പൺ ആവുന്ന സമയത്ത് ഇന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട്, ബോക്സർ ഓക്കെ കാണുന്നു. അപ്പോൾ ഞാൻ ഇരിക്കുന്നുണ്ട്, ഇന്ന ആരും ജുമാനെന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ പോലും അതാ ജുമാനായിരിക്കില്ല, കാരണം എൻ്റെ ക്ലാസ്സിൽ 2 ജുമാനുണ്ട്. അപ്പോൾ അതാ ജുമാനായിരിക്കില്ല, വേറെ കുട്ടിയാണെന്ന് പറഞ്ഞു.
എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല, ബോക്സർ എന്നുള്ള പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ബോക്സർ. അപ്പോൾ എല്ലാവരും ലൈക്ക് നീയോ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു ആളിങ്ങനെ അല്ല, ആ ഒരു രൂപം അവർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനല്ല. അപ്പോൾ ഒരു സോ കോൾഡ് ഇതുണ്ട്, അതായത് ബോക്സിങ് അല്ലെങ്കിൽ റെസ്ലിംഗ് ഇങ്ങനത്തെ ഒക്കെ മാർഷൽ ആർട്സിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റും തടിയും വെയിറ്റ് ഒക്കെ ഉള്ള കുറച്ച് ആളാണെങ്കിൽ അതിനൊക്കെ പറ്റൂ എന്നുള്ളതാണ്. അന്ന് ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള ബോയ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ലുക്കിലല്ല കാര്യം, പവറിലാണ് കാര്യം. അപ്പൊ അത് ഞാൻ ഇന്നും ഞാനത് ആ ഒരു കാര്യത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നാൽ, ചിലപ്പോൾ എനിക്കത് ആരെങ്കിലും ഒരു പ്രശ്നം വന്നാൽ എനിക്ക് എന്താ പറയുക ഫേസ് ചെയ്യാൻ ചിലപ്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അതായത് ചിലപ്പോൾ ഓവർകം ചെയ്യാൻ നല്ല പ്രശ്നമായിരിക്കും. അപ്പോൾ നാലാൾ വന്ന് നിന്നാൽ തല്ലാനും തോൽപ്പിക്കാനും ചിലപ്പം പറ്റിയെന്ന് വരുമൊന്നുമില്ല, കാരണം അത്രയും വലിയ ആൾക്കാരായിരിക്കും വരുന്നത്. പക്ഷേ മുന്നിൽ നിന്നിട്ട് നിങ്ങൾ എന്തും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ആ നിൽക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടാവും. അത് ഭയങ്കര, അത് ഓപ്പോസിറ്റുള്ള ആളുടെ കോൺഫിഡൻസിനെ കുറയ്ക്കും. ആ ഒരൊറ്റ ഒന്നും മതി നമുക്ക് കയറി പോകാൻ. പിന്നെന്ന് പറഞ്ഞാല് ഞാനിപ്പോൾ ഒരുപാട് പേരെ നമ്മുടെ ക്ലാസ്സിലായാലും നമ്മുടെ കോളേജിലായാലും ഫ്രണ്ട്സിലൊക്കെ ആയാലും ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെന്ന് പറയണമെങ്കിൽ തന്നെ അത് നടക്കുന്നില്ല, ഇത് നടക്കുന്നില്ല, സോ പിന്നാവട്ടെ എന്ന് പറഞ്ഞ് നിൽക്കും. അപ്പോൾ ഏതൊരു കാര്യം നാളെ ഇതാണല്ലോ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എവിടെ എത്തൂല കേട്ടോ. ഞാനിത് സിൻസിയറായിട്ട് പറയുകയാണ്, എവിടെ എത്തൂല. കാരണം നാളെ എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കുന്ന സമയത്ത് അടുത്ത കാര്യം നടക്കൂല. ഇപ്പോൾ ഫണ്ട് സെറ്റാക്കാണെന്നാണ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഫണ്ട് സെറ്റ് ആകുമ്പോൾ നമ്മളുടെ ടൈം ശരിയാകുമ്പോൾ ഫണ്ട് സെറ്റ് ആവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് ഏതൊരു കാര്യം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പിന്നെ നമ്മളുടെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് നമ്മളുടെ ലിമിറ്റ് എന്നുള്ളത് ബാക്കിയുള്ള ആളുകൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചാൻസ് അവർക്ക് കൊടുക്കരുത്. നമ്മുടെ ലിമിറ്റേഷൻസ്, നമ്മുടെ ലിമിറ്റ് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഞാൻ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടക്കരുത് എന്ന് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിനനുസരിച്ച് ഞാൻ ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കേ ഉള്ളൂ. നേരെ മറിച്ചിട്ട് ഒരാളത് പറഞ്ഞാലും ഇതിൻ്റെ ലിമിറ്റ് ഇതല്ല, അതാണ് എന്ന് എനിക്ക് പറയാനുള്ള ധൈര്യം, അവിടെ പോയി കാണിക്കാനുള്ള ധൈര്യം എനിക്കുണ്ടെങ്കിൽ ഐ ക്യാൻ സക്സീഡ് ഇൻ മൈ ലൈഫ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവും. സ്ട്രഗിൾസ് ഇല്ലാതൊന്നും ആരും സിമ്പിളായിട്ട് ഏടി കയറി പോകുന്ന ആരും വിചാരിക്കേണ്ട. സ്ട്രഗിൾസ് ഒരുപാട് ഉണ്ടായിരിക്കും. എൻ്റെ ലൈഫിലും എനിക്ക് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് നഷ്ടങ്ങളും എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓവർകം ചെയ്ത് എത്തി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുതരാൻ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പറ്റും. പിന്നെ ലൈഫിലുള്ള ചില ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ വിചാരിക്കുന്ന കാര്യം, ഏറ്റവും ബോൾഡായിട്ടുള്ള സ്ത്രീ ഞാൻ കണ്ടിട്ടുള്ളത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ ഉമ്മ ആണ്. ഇതിനുള്ള റീസൺ ഞാൻ ഇവിടെ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഉമ്മൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഇന്നിപ്പം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ 5ാമത്തെ വർഷം. ഈ 5ാമത്തെ വർഷത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ഒരു ദിവസം പോലും ഈ കോളേജിലേക്ക് വരുന്നത് കാണാൻ എൻ്റെ ഉമ്മക്ക് പറ്റിയിട്ടില്ല. റീസൺ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഉമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇവിടേക്ക് വരുന്ന സമയത്ത് അത് കാണാനുള്ള ഭാഗ്യം എൻ്റെ ഉമ്മക്ക് ഉണ്ടായില്ല. അപ്പോൾ അത്രയും ആ ഒരു സ്ട്രഗിളിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. ഞാൻ എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സ്, ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഞാൻ JMCന്റെ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു, ക്ലാസ് റെപ്പായിരുന്നു, അസോസിയേഷൻ സെക്രട്ടറി. ഇന്ന് ഇപ്പൊ നമ്മുടെ യൂണിയന്റെ PG റെപ്പും യൂണിയൻ എക്സിക്യൂട്ടീവ്. അപ്പൊ ഇതുപോലെ എനിക്ക് ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ വലിയൊരു കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഇതൊന്നും ആരും വെറുതെ തന്നതല്ല. എൻ്റെ ഹാർഡ് വർക്കിന് പഠിച്ചവൻ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ള ആളുകൾ തന്ന സപ്പോർട്ട് കൊണ്ട് എനിക്ക് കിട്ടിയത്. what I deserve it. അപ്പൊ അത് എനിക്ക് അങ്ങനെ കിട്ടിയൊരു സാധനം, അത് കാണാൻ എൻ്റെ ഉമ്മ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. ബട്ട് സ്റ്റിൽ ഇതിനൊക്കെ കാരണം എൻ്റെ ഉമ്മൻ്റെ ബോൾഡ്നെസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ധൈര്യം തന്ന ജനറ്റിക്കലി ബോൾഡ്നെസ് കിട്ടിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഉമ്മക്ക് ഞാൻ ഒരു ILD നാട്ടിലൊരു അസുഖം ഡയഗ്നോസ് ചെയ്ത സമയത്ത് ഉപ്പൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 3 months ഓർ മേബി ഒരു 6 months വരെയൊക്കെ ആയിരിക്കും ആൾക്ക് ജീവിക്കാൻ പറ്റുക.
അത് കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിച്ചു കൊടുത്തേക്ക്, ഇങ്ങനെയാണ് ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് 12 വയസ്സ്, അനിയത്തിക്ക് 8 വയസ്സും അനിയത്തിക്ക് 4 വയസ്സാണ്. അതായത് അധികം റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊന്നും അറിയാത്തൊരു പ്രായമാണ് എനിക്ക് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ചെറുതാണ്. അപ്പോൾ എൻ്റെ ഉമ്മനെ സംബന്ധിച്ചിട്ട് ഉമ്മക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ മക്കൾ എന്താവും എന്നായിരുന്നു ടെൻഷൻ ഉണ്ടത്. അങ്ങനെ നിൽക്കുന്ന ഉമ്മ 7 വർഷം ജീവിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊരു മെഡിക്കൽ മിറാക്കിളാണ്. നോക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആ ഉമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നത് മക്കളെ നോക്കാൻ വേറൊരാളില്ലല്ലോ. ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കളെ നോക്കാൻ ആളില്ല. അപ്പോൾ മക്കൾ എവിടെയെങ്കിലും ഒരു പോസ്റ്റിൽ എത്തുന്നത് വരെ എനിക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു ഇതിലാണ് ഉമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ബെഡിൽ കിടക്കുന്ന സമയത്ത് ഉമ്മ ആഗ്രഹിച്ചത് ഞങ്ങൾ മക്കളെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഉമ്മ മരിക്കുന്ന സമയത്ത് എനിക്ക് 18 വയസ്സ് ആയി. ഞാൻ കുറച്ചും കൂടെ കാര്യങ്ങൾക്കൊക്കെ നോക്കാനും അനിയൻ്റെ കാര്യങ്ങളും അനിയത്തിൻ്റെ കാര്യങ്ങളും നോക്കാനും എല്ലാത്തിനും കേപ്പബിൾ ആണ് എന്നുള്ളത് ഉമ്മക്ക് പൂർണ്ണ ബോധ്യമായതിനു ശേഷമാണ് ഉമ്മ മരിക്കുന്നത്. ഡോക്ടേഴ്സ് പറഞ്ഞു ഷി വാസ് ഹാപ്പി. അതായത് മക്കൾ എൻ്റെ താഴെയുള്ള ആൾക്കാരെ നോക്കാൻ ഞാൻ ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് എൻ്റെ ഉമ്മ മരിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മരണം പോലും ഒരാൾക്ക് തടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ ഐ ക്യാൻ എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ യു ക്യാൻ. അത് വേറൊരാളും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു മനസ്സിലുണ്ടല്ലോ ഒരു കാര്യം ഉറപ്പിച്ച് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ ഒരാൾക്കും തന്നെ യൂണിവേഴ്സ് കനോട്ട് സ്റ്റോപ്പ് യു. അത്രയും വലിയ ഒരു ഉയരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ആൻഡ് താങ്ക് യു. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഗോ ഫോർ യുവർ ഡ്രീംസ്. പിന്നെ ഒരിക്കലും ഒരാളും നിങ്ങളുടെ ഡ്രീംസിനെ തടയാൻ സമ്മതിക്കരുത്. അതാരായാലും, അത് ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും കൺവിൻസ് ആക്കേണ്ടവർ കൺവിൻസ് ആക്കണം, പക്ഷെ ഡ്രീംസിന് ഒരിക്കലും ഒരു സ്റ്റോപ്പ് കൊടുക്കരുത് കേട്ടോ. താങ്ക് യു.